നമസ്കാരം. ഇന്നത്തെ ചർച്ചയിലേക്ക് സ്വാഗതം. ഞാൻ നരേന്ദ്രൻ. ഈ ചർച്ചയെ നയിക്കുക എന്നതാണ് എൻ്റെ ദൗത്യം. ഇപ്പോൾ കേരളത്തിൽ ഇലക്ഷനൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ അഭിപ്രായങ്ങളും പ്രതീക്ഷകളും പ്രത്യാശകളും എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാം. ഇന്ന് എന്നോടൊപ്പം ചേർന്നിരിക്കുന്നത് ജുബിൻ കുര്യൻ, പ്രശസ്ത തിരക്കഥാകൃത്തും സാഹിത്യകാരനും സഹസംവിധായകനും സിനിമാ രംഗത്തെ ഉയർന്നു വരുന്ന ഒരു പ്രതിഭയാണ്. സഹദ്, യുവ സംരംഭകൻ, ബിസിനസ്സുകാരൻ, ഫിക്കോ, IT പ്രൊഫഷണൽ ഓൺട്രപ്രൂണർ ഫ്രം പോണ്ടിച്ചേരി. താങ്ക് യു ഫോർ ജോയിനിങ്. അപ്പോൾ എല്ലാവർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. നമുക്ക് സഹദിൽ നിന്ന് തുടങ്ങാം. സഹദിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സഹദും ഞാനും ഒരേ മണ്ഡലത്തിൽ നിന്നാണ് ഈ ചർച്ചയെ പ്രതിനിധീകരിക്കുന്നത്. സഹദ് ഇത്തവണ കൊട്ടാരക്കര തന്നെയല്ലായിരുന്നു? കൊട്ടാരക്കരയിലായിരുന്നു വോട്ട്. ഓക്കെ. ഇവിടുത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം വരെ ഇടതുപക്ഷത്തെ സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്ന മുൻ MLA ഒക്കെ ആയിരുന്ന ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് മാറി എന്നുള്ളതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് ഇവിടെ ഇപ്രാവശ്യം കാണാൻ കഴിഞ്ഞത്. ഈ ഒരു മാറ്റം, ഈ ഒരു മാറ്റത്തിലേക്ക് നയിച്ച എന്തെങ്കിലും സംഭവങ്ങൾ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ താങ്കൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നു? അതിനകത്ത് അവര് ഒരു പ്രത്യേക ഒരു കാരണം പറഞ്ഞിട്ടല്ല അവിടുന്ന് പോയത്. അവരുടെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ കുറച്ച് പേഴ്സണൽ ആണ്, പൊളിറ്റിക്കൽ എന്ന് പറയാൻ പറ്റത്തില്ല. അവരെ പരിഗണിച്ചില്ല എന്നുള്ളതാണ് അവർ പറയുന്ന മെയിൻ പ്രശ്നം. പരിഗണിച്ചില്ല എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ അവരെ 15 വർഷം MLA ആക്കി, 3 വർഷം 2.5 വർഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കി. അപ്പൊ ഇതൊക്കെയാണോ പരിഗണിക്കാത്തത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ഡൗട്ട്. തികച്ചും അവഗണന തന്നെയാണോ ഇത്രയും വർഷമൊക്കെ ഒരാളെ ഒരു സ്ഥാനത്തിരുത്തി ഇരുത്തുന്നത്? ഒരു അവഗണനയാണ്. കാരണം കൊട്ടാരക്കരയിലെ പല തലമുതിർന്ന നേതാക്കളെയും വെട്ടിയിട്ട് ഇവർക്ക് 2 തവണ അവസരം കൊടുക്കുകയും ജയിപ്പിക്കുകയും ചെയ്തതാണ് സത്യം പറഞ്ഞ ഇവര് കാണിച്ച അവഗണന. അപ്പൊ അതില് അവര് ഇരുന്ന് ഇങ്ങനെ ഇതായിപ്പോയി എന്ന് വെച്ചാൽ നമ്മളൊരു സ്ഥാനത്ത് എത്തുമ്പോഴത്തേന് നമുക്ക് കിട്ടുന്ന കംഫർട്ട് സോൺ ഉണ്ടല്ലോ. നമുക്കിപ്പം കുറെ ഫെസിലിറ്റീസ് കിട്ടുന്നു, ഒരു സ്ഥാനമാനം കിട്ടുന്നു. അപ്പൊ അതിൽ തന്നെ ഇങ്ങനെ ഇരുന്നിരുന്ന് പിന്നെ അതിൽ നിന്ന് മാറിയിട്ട് ഒരു നോർമലായിട്ട് നമ്മൾ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ കിട്ടിയിരുന്ന ഫെസിലിറ്റി ഒഴിവാക്കണം എന്നൊക്കെ പറയുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട്, അതാണ് അവരുടെ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ. കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ ശ്രദ്ധിച്ചതാണ്, എന്റെ സഹോദരൻ ബാലഗോപാലിന് എല്ലാവരും വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് പൊതുവേദിയിലൊക്കെ ഉണ്ടായിരുന്ന ശ്രീമതി ഐഷ പോറ്റി ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പോസ്റ്ററുകൾ കണ്ടപ്പോൾ ആദ്യം ഒരു അന്താളിപ്പാണ് ഉണ്ടായതെങ്കിലും പിന്നെ ഇതൊക്കെ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ കൂടുതലും രാഷ്ട്രീയമല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. നമ്മൾ ചർച്ച ചെയ്യുന്നത് സാധാരണക്കാരുടെ ചിന്തകളും വിചാരധാരകളും മാത്രമാണ്. ജുബിൻ സർ രാഷ്ട്രീയ രംഗത്ത് പണ്ട് അത്ര സജീവമല്ലായിരുന്നെങ്കിലും താങ്കളുടെ ഫേസ്ബുക്ക് എഴുത്തുകൾ തുടങ്ങിയ കാര്യങ്ങളിൽ താങ്കൾ കുറച്ച് ഇൻവോൾവ് ആകുന്നതായി കണ്ടുവരുന്നുണ്ട്. അതുമല്ല, താങ്കൾ ഇപ്പോൾ പൊതുമേഖലയിൽ ഒരു സജീവ സിനിമാ പ്രവർത്തകനായി മാറിയതിനു ശേഷം താങ്കളുടെ ഇടപെടലുകളൊക്കെ വളരെ ശ്രദ്ധേയമാണ്. അപ്പോ താങ്കളുടെ മണ്ഡലത്തിൽ ആരൊക്കെയായിരുന്നു? ഇത്തവണ എടത്തുവായിലായിരുന്നോ അതോ വോട്ട് മാറ്റിയിരുന്നോ? ഞാൻ കുട്ടനാട് മണ്ഡലത്തിൽ തന്നെയാണ് എന്റെ വോട്ടുള്ളത്. ഇത്തവണ അവിടെ തന്നെയാണ് വോട്ട് ചെയ്തത്. പിന്നെ തോമസ് ചാണ്ടി മുൻ MLA ഒക്കെ ആയിരുന്നു. തോമസ് ചാണ്ടിയുടെ തട്ടകമായിരുന്നു കുട്ടനാട്. അതെ, തോമസ് ചാണ്ടിയുടെ അനുജനായ തോമസ് ആണ് കഴിഞ്ഞ തവണ MLA ആയതും ഇടക്കാല തെരഞ്ഞെടുപ്പ് വന്നതും. ഇപ്പോ ഇത്തവണയും ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അദ്ദേഹം തന്നെയാണ്. അപ്പൊ കഴിഞ്ഞ കുറെ കാലമായിട്ട്, എനിക്ക് 2006 മുതൽ അവര് തോമസ് ചാണ്ടി NCPയിലൂടെ വന്നു. അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം 2-3 ടേം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന്റെ മരണം ഉണ്ടാകുന്നതും പിന്നീട് അദ്ദേഹത്തിന്റെ സഹോദരൻ വരുന്നതും. ഈ കുട്ടനാട് മണ്ഡലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല്, കുട്ടനാട് ഇടതുപക്ഷത്തിന്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യേകിച്ചും വലിയ ഒരു പ്രാധാന്യമുള്ള, അല്ലെങ്കിൽ അവർക്ക് വളരെയധികം വേരോട്ടമുള്ള ഒരു മണ്ഡലമാണെങ്കിലും ഏതാണ്ട് 1/4 നൂറ്റാണ്ടിന് മേലെയായി ഇത് ഒരു ഘടകകക്ഷിക്ക് കൊടുത്തിരിക്കുകയാണ്. അത് 2006 മുതൽ ഒരു പെയ്ഡ് സീറ്റ് ആണെന്ന് തന്നെ വേണം പറയാം. കാരണം തോമസ് ചാണ്ടി ആ സീറ്റിന് വേണ്ടി മുടക്കിയ പണം ഇന്നും കുട്ടനാട്ടിലെ ആളുകൾക്കറിയാം എത്ര കോടി രൂപ മുടക്കിയാണ് ആ സീറ്റ് വാങ്ങിയെന്നുള്ളത്. അപ്പോൾ നേരെ മറിച്ച് ഇപ്പുറത്ത് UDFിലാണെങ്കിൽ പോലും കോൺഗ്രസിന് ആ സീറ്റ് എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ
ഒരു തവണ എങ്ങാണ്ട് മാത്രമേ കോൺഗ്രസ് നേരിട്ട് മത്സരിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ സ്വാഭാവികമായിട്ടും ആ ഒരു കാലഘട്ടത്തിൽ ഡോക്ടർ കെ സി ജോസഫ്, കേരള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ കെ സി ജോസഫാണ് 25 വർഷക്കാലം അവിടെ MLA ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് തോമസ് ചാണ്ടി കുട്ടനാടിനെ പുനരുദ്ധരിക്കും എന്ന് പറഞ്ഞു വന്നതും അഗൈൻ ഇപ്പോൾ ഒരു 20 വർഷമായിട്ട് ആ ഒരു ഫാമിലി തന്നെ MLA ആയിട്ട് വന്നത്. അപ്പൊ ഇത്തവണ അവിടെ ഉണ്ടായ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലെ ചില പ്രവർത്തകർ, അതിൽ പ്രത്യേകിച്ച് ഒരാള് കോൺഗ്രസ് പാർട്ടി തന്നെ അവിടെ മത്സരിക്കണമെന്ന് ആവശ്യം ഉന്നയിക്കുകയും അതല്ലാത്ത പക്ഷം അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിക്കുമെന്ന് പറഞ്ഞ് പത്രിക സമർപ്പിക്കുകയും ചെയ്തു. സജി ജോസഫ് എന്ന് പറയുന്ന എനിക്കറിയാവുന്ന നമ്മുടെ ഒരു സുഹൃത്താണ്. അദ്ദേഹം മത്സരിക്കുമെന്ന് തന്നെയുള്ള ഒരു പ്രതീതിയിൽ പത്രിക സമർപ്പിച്ചു, പ്രചരണം തുടങ്ങി, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നാൽ പത്രിക പിൻവലിക്കേണ്ട തീയതിയുടെ അന്നോ അതിന്റെ തലേന്നോ അദ്ദേഹം പിൻവലിച്ച് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് അറിയിച്ചു. ഇത് ചില ബാഹ്യശക്തികളുടെ ഇടപെടലുകൾ കാരണമാണെന്നും അല്ല സ്വമേധയാ പിന്മാറിയതാണെന്നും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും കുട്ടനാട്ടിലെ ജനങ്ങൾക്കറിയാൻ ശരിക്കും സംഭവിച്ചത് എന്താണെന്നാണുള്ള കാര്യം. അത് എന്തായാലും ഇത്തവണ കുട്ടനാട്ടില് ഒരു മാറ്റം ഉണ്ടാകും എന്നൊക്കെയാണ് പൊതുവേ ഉള്ളൊരു വിലയിരുത്തൽ. പറയാൻ പറ്റില്ല, കാരണം നമ്മുടെ നാട്ടുകാരാണ്, നമ്മുടെ നാട്ടുകാരുടെ രാഷ്ട്രീയ ബോധവും അവരുടെ മറ്റ് പല രീതിയിലുള്ള താല്പര്യങ്ങളും അതിനകത്ത് ഒരു പ്രധാന ഘടകമാകും അതിന്റെ ഭാഗതയും നിർവചിക്കുന്നതിൽ. അപ്പോൾ സ്വാഭാവികമായും കുട്ടനാട്ടിലെ ജനവിധി എന്ന് പറയുന്നത് പല കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കും. ഇത്തവണ പ്രബലരായിട്ടുള്ള LDFന്റെ സ്ഥാനാർത്ഥി ബിസിനസ്സുകാരനും ഒക്കെയായ മുൻ MLA തോമസ് തന്നെ തിരികെ വരുമോ, അതോ UDFന്റെ സ്ഥാനാർത്ഥിയും പ്രമുഖ വ്യവസായിയുമായ റെജി ചെറിയാൻ വരുമോ എന്നൊക്കെയുള്ള ചർച്ചകൾ അങ്ങനെ നടക്കുന്നുണ്ട്. എന്തായാലും 4-ാം തീയതി നമുക്കറിയാം. തോമസ് ചാണ്ടി MLA ആയിരുന്ന കാലഘട്ടത്തിൽ നടന്ന അഴിമതികൾ, കായൽ നികത്തൽ, ഇങ്ങനെ കുറെ വിവാദങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അത് കുട്ടനാട്ടിലുള്ള പല സുഹൃത്തുക്കളുമായി പല തവണ സംസാരിക്കുകയുണ്ടായിരുന്നു അതിനെപ്പറ്റി. അത് ഞാനും എൻ്റെ മറ്റൊരു സുഹൃത്തും കൂടി ബൈക്കിൽ ഒരു പ്രാവശ്യം പോയപ്പോൾ ഞങ്ങളത് റോഡിന്റെ അവസ്ഥ തന്നെ റെക്കോർഡ് ചെയ്യാനൊക്കെ ഒരു വട്ടം ശ്രമിച്ചതാണ്. അപ്പോ ഇദ്ദേഹത്തിന്റെ സഹോദരൻ ആയിരുന്നല്ലോ കഴിഞ്ഞ തവണ MLA. അതെ. അദ്ദേഹം വന്നതിന് ശേഷം ഈ പറയുന്ന സ്ഥിതിഗതിയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ, അതോ ഇതൊരു കുടുംബ രാഷ്ട്രീയ സീറ്റായി തുടരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ? വളരെ നിഷ്പക്ഷമായി പറയുകയാണെങ്കിൽ തോമസ് ചാണ്ടി ചെയ്തതിനേക്കാൾ കുറച്ചെന്തെങ്കിലും കൂടി കാര്യങ്ങൾ തോമസ് ചെയ്തിട്ടുണ്ടെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം കുറെ കാലങ്ങളായിട്ട് ഈ കുട്ടനാട്ടിലെ ഒരു റോഡ് കണക്ടിവിറ്റി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കൊണ്ടുവന്നത് ഡോക്ടർ കെ സി ജോസഫാണ്. അതിന്റെ മേലെ അദ്ദേഹം ചെയ്തതിന്റെ ഒരു 10% പോലും വികസന പ്രവർത്തനങ്ങൾ തോമസ് ചാണ്ടിയുടെ ഭാഗത്ത് നിന്ന് ഒരു 15 വർഷം കൊണ്ട് അല്ലെങ്കിൽ 20 വർഷം കൊണ്ട് ഉണ്ടായിട്ടില്ല. 15 വർഷം തോമസ് ചാണ്ടി MLA ആയിരുന്നത് കണക്കാക്കിയാൽ, അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്താണെങ്കിൽ പോലും MLA ആയിരുന്ന സമയത്താണെങ്കിൽ പോലും കെ സി ജോസഫ് ചെയ്തതിന്റെ മേലെ മര്യാദയ്ക്ക് ഒരു മോഡിഫിക്കേഷൻ കൊണ്ടുവരാൻ പോലും തോമസ് ചാണ്ടിക്ക് കഴിഞ്ഞില്ലെന്നുള്ളതാണ് സത്യം. കാരണം അദ്ദേഹത്തിന്റെ ഫോക്കസ് മറ്റു പല കാര്യങ്ങളിലായിരുന്നു. അത് ഈ MLA സ്ഥാനം അദ്ദേഹത്തിന്റെ ബിസിനസ് താല്പര്യങ്ങൾക്കും മറ്റു വ്യക്തി താല്പര്യങ്ങൾക്കും ഉപയോഗിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ തോമസ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ സഹോദരൻ വന്നതിൽ പിന്നെ അദ്ദേഹം കുറെ കൂടി ജനകീയനാവാൻ ശ്രമിക്കുകയും ചിലരൊക്കെ അതിനെ ട്രോളുന്നുണ്ട്. ക്രിക്കറ്റ് കളിക്കുന്ന പിള്ളേർക്ക് ബാറ്റും ബോളും വാങ്ങിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ഫ്ലക്സ് അടിച്ചെന്ന് അങ്ങനെ ആ രീതിയിലൊക്കെ ട്രോളുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ റീസെന്റ് നടന്നുകൊണ്ടിരിക്കുന്ന തുരുത്തി വിയവരം റോഡ് എന്ന് പറഞ്ഞാൽ അത് പല റോഡുകളെ ക്രോസ് ചെയ്ത് വരുന്ന ഒരു റോഡാണ്. എൻ്റെ ജംഗ്ഷനിൽ കൂടെ കടന്നു പോകുന്ന റോഡാണ് അത്. ചങ്ങനാശ്ശേരി തുരുത്തിയിൽ നിന്ന് ആരംഭിച്ച് വെളിയനാട് ആ ഒരു സ്ട്രെച്ചിൽ കൂടി കിടങ്ങറ എത്തിയിട്ട് കിടങ്ങറയിൽ നിന്ന് AC റോഡിൽ കൂടി കണ്ടിന്യൂ ചെയ്ത് അവിടെ നിന്ന് മാമ്പഴക്കരി എടത്വ വന്നിട്ട് എടത്വയിൽ നിന്ന് പിന്നെ വിയവരം ഹരിപ്പാട് പോകുന്ന റൂട്ട്. അങ്ങനെ ആ തുരുത്തി ഹരിപ്പാട് റോഡ് ഇപ്പോൾ വളരെയധികം കാലങ്ങൾക്ക് ശേഷം, എനിക്കൊന്ന് ഏകദേശം ഒരു 24 വർഷത്തിന് ശേഷം ആ റോഡിന് ഒരു മേജർ അപ്ഗ്രേഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അത് റബ്ബറൈസ് ചെയ്യാനും അതിന്റെ സൈഡ് വാളൊക്കെ നല്ല രീതിയിൽ ബലപ്പെടുത്താനും ഒക്കെ ഉള്ള ഒരു വൈഡനിങ് വർക്കൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഇപ്പൊ കാണുന്നത്. അത് ശരിക്കും തോമസിന്റെ ഇനിഷ്യേറ്റീവ് ആണ്. അത് നമ്മൾ വളരെയധികം സ്വാഗതം ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ കഴിഞ്ഞ കൊയ്ത്ത് കാലത്ത് നെൽകർഷകർക്ക് നെല്ലിന് താങ്ങുവില, അതുപോലെ തന്നെ അതിൽ ഈ
നെല്ലിന് നനവുള്ളപ്പോൾ ആ മില്ലുടമകൾ ആവശ്യപ്പെടുന്ന ഒരു 100 കിലോയ്ക്ക് ഇത്ര കിലോ കിഴിവ് കൊടുക്കണം എന്നൊക്കെ ഉള്ള അതിലൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ കർഷകർക്ക് ഗുണകരമായിട്ടുള്ള രീതിയിൽ തീരുമാനമെടുക്കാനും അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടത്താനും ഒക്കെ അദ്ദേഹം ശ്രമിച്ചു എന്ന ചില വാർത്തകളൊക്കെ വളരെ വിശ്വസനീയമായിട്ടുള്ള സ്രോതസ്സിൽ നമുക്ക് കിട്ടിയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ചില ഇടപെടലുകളൊക്കെ നമ്മൾ കണക്കാക്കിയാൽ തോമസ് ചാണ്ടിയേക്കാൾ എന്തുകൊണ്ടും നല്ല ഒരു MLA ആയിരുന്നു തോമസ് എന്ന് പറയേണ്ടി വരും. അത് വളരെ നല്ലൊരു ഒബ്സർവേഷൻ ആണ്. അടുത്തതായിട്ട് നമ്മുടെ അയൽ സംസ്ഥാനത്ത് നിന്നും വന്നിട്ടുള്ള അതിഥിയാണ് മിസ്റ്റർ ഫിക്കോ. വെൽക്കം. Fico is from Pondicherry. Most of the time he spends in Bangalore. He's why am I speaking in English? He understands Malayalam a bit. So Mr. Fico ബാംഗ്ലൂർ താമസമാക്കിയിട്ടുള്ള ഒരു പോണ്ടിച്ചേരി സ്വദേശിയാണ്. അദ്ദേഹം ഇപ്പോൾ IT മേഖലയിലായിരുന്നു. IT മേഖലയിൽ നിന്ന് മാറി ഇപ്പോൾ സ്വന്തം ബിസിനസ് ഇതിലേക്ക് വ്യാപിക്കുകയാണ്. Fico, how was your experience this time voting, and who are the major candidates? I'm not asking to whom you voted. That's not politically correct. So, how was your voting experience this time? And what is your expectations from your candidates? Expectations not much from my end because I don't live there. But the politics in Pondicherry is little different from Kerala, because you people, the rest of the India, we are aware that we are politically more aligned towards communist parties, and I think Congress is your almost a competitor. But when it comes to Pondicherry, it's for the past two elections, including this one, we are in a weird situation, to be honest. Because when from my childhood, how it was like the competition was between Congress and DMK. Yeah, these two were the major parties, and a handful MLAs from ADMK. So this was the situation for the past, I don't know, like 30-40 years. Now what happened was that since BJP didn't have any, you can't even say stronghold, they didn't have any face there in Pondicherry. And some political switch happened in the Congress party. So most of the congressmen moved into BJP. Now the whole BJP is made out of Congress ex-MLAs, right? So now basically it's like the sheep wearing tiger skin. That is the local scenario as of now in Pondicherry. Uh, so when it comes to Pondicherry elections, right? So most of the people, we don't look at as a party. We look at the candidate. Whoever is going to compete in that particular area, that person matters. It's not about which party they come from, even if they are from a BJP, right? So now what happened is that the current ruling party, NR Congress, yeah, so the one who came out of Congress and he created his own party, and he won in the first election itself, and then in between Congress won again. Now he won last time along with BJP's alliance, yeah. So when I say BJP, like I explained, most of them were from Congress, but in the name of BJP, just the label party, to be honest, yeah. So they are the ruling party currently, and looking at the conditions, it is going to be again the same situation wherein the NR Congress plus BJP is going to make the government. But here and there, maybe a few changes will be there, because some areas, including mine, where I voted, right? So that particular constituency, a switch will be there from the current MLA is from DMK, but he will lose a big time. That is what I understand, because some of my cousins worked for him, and some of my cousins worked for the opponent ADMK party. So most probably the ADMK
the candidate will win is what I understand. Where to answer to your question, what we expect, right? So basically, where my constituency comes, right? So that is more than 60% of that area is of rich people. Yeah, so they usually don't go to government for anything like, okay, give me road or something, because road is already there. It's almost like white town area where French people lived, right? So it's that kind of area where people don't expect anything from the government. So they don't really care who is going to win, who is going to lose. Yeah, so they just go and vote for somebody who they really like. And the rest of that 40%, right, where fishermen live, and the little poor people, and yeah, economically weaker side, that part Yeah, of yeah. the side, they vote because if the current MLA has done something for them, they will really support the candidate. But did since I spoke to my friends and families with my circle, right? So they explained even for just a signature, he wasn't really helping those people, asking too many questions, all that and all. So looking at the condition, I don't think the current MLA is going to win. Basically, the DMK candidate. So that's the current situation. Okay. Yep. So yeah, we are concluding the first episode. നമ്മൾ ആദ്യത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. വിൽ ടോക്ക് അബൌട്ട് ഇപ്പൊ തന്നെ നമ്മൾ സഹദാണെങ്കിലും ജുബിനാണെങ്കിലും നമ്മൾ ബി ജെ പിയെ പറ്റി സംസാരിച്ചില്ല, കാരണം നമുക്ക് അതൊരു കൺസേൺ അല്ല ഇതുവരെ. ബട്ട് അല്ല, വെൻ പക്ഷെ യു ആർ അതിനകത്തൊരു മൂവിങ് ടു ഇപ്പൊ കൊട്ടാരക്കരയില് BJP കൺസേൺ ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം UDF നിന്നിട്ട് ബാലഗോപാലിന്റെ ഭൂരിപക്ഷം 10,000-ലേക്ക് താഴ്ത്തിയ വ്യക്തി ഇപ്പോ BJP-യിലാണ് മത്സരിക്കുന്നത്. അപ്പൊ അവര് വ്യക്തിപരമായിട്ട് എത്ര വോട്ട് പിടിക്കുമെന്നൊക്കെ ഉള്ളത് അവിടെ ഒരു ഫാക്ടറാണ്. അല്ലാതെ പൊതുവിൽ നോക്കിയ കുട്ടനാടൊന്നും BJP വലിയ വിഷയമല്ല. പക്ഷെ ഈ ഒരു സാധനം പറയണം എന്ന് തോന്നി. അത് നന്നായി. നമ്മൾ ബി ജെ പി എന്ന് പറയുന്ന ഒരു പൊതു ടോപ്പിക്കിലേക്കാണ് നമ്മൾ ഇനി വരാൻ പോകുന്നത്. സോ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. നമുക്ക് ഏതാനും നിമിഷങ്ങൾക്കകം അടുത്ത ഒരു എപ്പിസോഡുമായി തിരിച്ചു വരാം. വളരെ നന്ദി. ഐ വിൽ കണക്ട് വിത്ത് യു സൂൺ.